പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിലിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടാ. ഇന്ന് ലേറ്റായി വരെ, ഇങ്ങനെ ഇന്ന് പതുക്കെ തന്നെ പോയത്. അങ്ങനെ ഇപ്പം മണി 9 സ്വാഗതം പറഞ്ഞാൽ 9 മണിയായിട്ടാ. ഇനി കാപ്പി ഉണ്ടാക്കണം, പിന്നെ കഴിക്കണം, പിന്നെ ചന്തയിൽ പോകണം, മീൻ വാങ്ങണം, വേറെ എന്ത് പറയാം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചെയ്ത് എണീറ്റില്ല, ഇനി ചെയ്ത് എണീക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മഴ തന്നെ കേട്ടോ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ മഴയില്ല, അങ്ങനെ കിടക്കുകയാണ്. എന്താ മഴക്കോളുണ്ട്, ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ചന്തയിൽ പോയി കോവിലിൽ നിന്ന് കാപ്പി കുടിച്ച് പിന്നെ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അയല വാങ്ങിച്ചേട്ടോ. അങ്ങനെ ഇന്ന് അയലക്കറിയും മുരിങ്ങയില തോരനാണ്. അത് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറക്കണം. തേങ്ങ വറുക്കല്ല, തേങ്ങ ഇങ്ങനെ പച്ചക്ക് അരക്കണൊക്കെ ആയിട്ട് അയലക്കറിക്ക് പച്ചക്ക് അരയ്ക്കാം. ശകലം ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് മുളക് പൊടിയൊക്കെ അതിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ പച്ച മണം അന്നങ്ങ് പോകുമ്പോൾ ആ കറിക്കൊരു നല്ല മണമായിരിക്കും. എന്ന് വെക്കുമ്പോൾ തന്നെ കേട്ടോ. 2 അയില വാങ്ങി ചന്തയിൽ പോയി. അയിലിൽ തേങ്ങ അരയ്ക്കാതെ വെക്കും കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അയിലിൽ തേങ്ങ അരയ്ക്കാതെ വെക്കണതാണ് നല്ലത്. അങ്ങനെ മീൻ അടുപ്പി വെച്ച് കേട്ടോ. പക്ഷേ മീൻ ഇട്ടിട്ടില്ല. മീൻ തിളയ്ക്കുമ്പോൾ അയില മീനല്ലേ പെട്ടെന്ന് വെന്ത് ഇതാവും. അപ്പം ബാക്കിയെല്ലാം പച്ചമുളക് മാങ്ങയൊക്കെ ഇട്ടാണ് വെക്കണേ കേട്ടോ. അങ്ങനെ ഇത് എന്താ പറയുക, ഇത് തിളച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വേവറായി വരുമ്പോൾ മീൻ ഞാൻ അവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകൊക്കെ ഇട്ട് നേരത്തെ വരെ വേവിച്ചു. അപ്പം അത് കൂടെ ഇടാം. കറി തിളച്ച് കേട്ടോ. ഇനി മീൻ ഇട്ട് കൊടുക്കട്ടെ. ബാക്കിയെല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇന്ന് അയലക്കറിയാണ്. ചോറ് അതാ വേവേറായി. അവിടെ ഇരുന്ന് വേവട്ടെ. നേരത്തെ എടുക്കാൻ മറന്നു കേട്ടാ. ഞാൻ എണ്ണ ഒഴിച്ച് കടുവിട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഉണക്കമുളകിട്ട് എന്നിട്ട് ഇലക്കറി മുരിങ്ങ ഇലക്കറി ഇട്ട് ഇനി ഇത് വാടി വന്നതിന് ശേഷം ഉപ്പിട്ടില്ല കേട്ടാ. മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിക്കുക എളുപ്പത്തിന്. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം. ഞാൻ ഉണക്കമുളക് ഇട്ടേട്ടാ. പിന്നെ മീനിൽ കടു പൊട്ടിച്ച് ഒഴിച്ചിരുന്നു, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ട് ചുറ്റി ഒഴിക്കുക. അപ്പോൾ ആദ്യം അതിന് കടു പൊട്ടിച്ചപ്പോൾ കുറച്ച് കോരി ഇതിൽ ഒഴിച്ച് കേട്ടാ. ബിഗ് ബോസ് തുടങ്ങിക്കൊണ്ടിരിക്കണം. അതിന് വേണം പെട്ടെന്ന് 12 മണിക്കുമ്പോൾ എല്ലാം ആക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമയമായി. മീൻ വാങ്ങിച്ചിട്ട് വന്നപ്പം കുറച്ച് ലേറ്റായിപ്പോയി. 11 മണിയാവാറായി. അങ്ങനെ ഇത് നോക്കട്ടെ. ഇത് കടു പൊട്ടിച്ചിട്ട് ഉണക്കമുളക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അടുത്ത് കരിവേപ്പില എല്ലാം ഇട്ടിട്ട് മുരിങ്ങ ഇലക്കറി വാടി വന്നതിന് ശേഷം ശകലം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടേണ്ട. പിന്നെ മുളക് പൊടി ഇട്ടില്ല, ഉണക്കമുളക് ഞാൻ ഇട്ടതുകൊണ്ട് വേണമെങ്കിൽ ഇടാം നമുക്ക് മുളക് പൊടി. പിന്നെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് വരണവരെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഇങ്ങനെ സ്റ്റക്കായിരുന്നു കേട്ടോ. ടച്ച് വർക്ക് ചെയ്യാതിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് ഇനി വരണമല്ലോ, അല്ല വറുത്തെടുക്കണമല്ലോ, അല്ലെങ്കിൽ മുട്ട ഇതാവും. അതുവരെ മീൻ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അയലക്കറി. അങ്ങനെ ഇത് ശരിയാക്കി എടുക്കട്ടെ. അങ്ങനെ മുരിങ്ങ ഇലക്കറി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ മുളക് പൊടി ഇട്ടില്ല, മുളക് പൊടി വേണമെങ്കിൽ ഞാൻ ഇതാ ഉണക്കമുളക് ഇട്ട്. അങ്ങനെ മുരിങ്ങ ഇലക്കറി തോരൻ റെഡി, മീനും കറി റെഡി.